ക്ക് അവിടെ ആളുകൾക്ക് താമസിക്കാൻ സൗകര്യം, ഭക്ഷണത്തിന് സൗകര്യം, അടുക്കള, അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഇത് നിലനിർത്താനുള്ള ഒരു ബ്യൂറോക്രസി വരും. ഇതിൽ നിന്ന് ശമ്പളം പറ്റുന്നവർ അങ്ങനെയൊക്കെയുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും. അവരുടെ കയ്യിലേക്ക് സംഘടനയുടെ നിയന്ത്രണം പോവും. അങ്ങനെ സംഘടന കാര്യസ്ഥന്മാരുടെയും മാനേജർമാരുടെയും ഒരു ഏർപ്പാടായിട്ട് മാറും. സംഘടന അതിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതേ ഉള്ളൂ. സംഘടന പേരിന് നിലനിൽക്കും. കേരളത്തിലെ എല്ലാ സംഘടനകളും നിലനിൽക്കുന്ന ആർക്കൊക്കെ ആപ്പീസുണ്ടോ അത് പിടിച്ചടക്കുക, അതിന് കേസ് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്ത് സംഘടനകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലക്ഷ്യവും പ്രസ്ഥാനവും ഒക്കെ നശിക്കും. അപ്പോൾ ഇത് അന്നേ മനസ്സിലാക്കിയാണ് ഡി പി മിശ്ര ഈ കത്തയച്ചത്. അത്രയ്ക്ക് ബുദ്ധിമാനായ ഡി പി മിശ്രയെ ഇവർ നിയോഗിച്ചു. ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം എന്ന്.